மிஸ்டர் வெங்கடாஜலம், அப்பாவுக்கும் அம்மாவுக்கும் நீங்க செல்லப்பிள்ளை. ஆறு പറഞ്ഞിട്ടായി മോർഫിംഗ് നടത്തിയത്? தெரியாது. தெரியாது? தெரியாது. எல்லா விவரங்களும் தெரியாது? தெரியாது. தெரியாது? போதும் சார், நான் சொல்லிடுறேன் ப்ளீஸ். ആര് പറഞ്ഞിട്ടാ വെങ്കടാചലം മോർഫിംഗ് നടത്തിയത്? പോൾ ബി ഐസക്. അയാൾ നിനക്ക് എത്ര രൂപ പ്രതിഫലം തന്നു? 2 lakhs. முதல்ல நான் முடியாதுன்னு தான் சார் சொன்னேன். ஆனா அவங்க டெல்லி கொண்டு போய் கொன்னுடுவான்னு சொல்லி மிரட்டினாங்க சார். வேற வழி இல்லாம ஒத்துக்க வேண்டியாச்சு. I'm really sorry sir. It's all right. Sir, there's a call for you. Yes, Paul B. Isaac here. Good morning, Mr. Paul B. Isaac. Yeah. Who is calling? നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. ഐ എം സതീഷ് ഫ്രം പ്രേരിയൻ കമ്പ്യൂട്ടേഴ്സ് മദ്രാസ്. നിങ്ങൾ ചെയ്തൊരു ധീരകൃത്യം ഞാൻ കണ്ടു. അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കാനാണ് വിളിച്ചത്. അനിത കുൽക്കർണിയെ കൊന്നതിന് ശേഷം ആ കുറ്റം കിരൺ വർമ്മ എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ തലയിൽ കെട്ടിവെച്ചതിന് ആ മർഡർ പകർത്തിയ വീഡിയോ ടേപ്പിൽ നിങ്ങളുടെ മുഖത്തിന് പകരം കിരണിനെ പ്രതിഷ്ഠിച്ചതിന്. What the bloody hell are you talking? Yes, it's bloody. Bloody indeed. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന വീഡിയോ ടേപ്പിൽ കിരണിന്റെ മുഖമല്ല ഉള്ളത്, നിന്റെ മുഖം. നീ സ്വയം മാറ്റിവെച്ച പോൾ ബി ഐസക് എന്ന പൊളിറ്റിക്കൽ മാനിപ്പുലേറ്ററുടെ മുഖം. നിങ്ങളുടെ മനസ്സെനിക്ക് വായിക്കാനാവും. ഇമോഷൻസ്. അത്തരം ഒരു അവസ്ഥയിലായിരുന്നു മുൻപ് നിങ്ങൾ വേട്ടയാടിയിരുന്ന ചിത്ര എന്ന പെൺകുട്ടിയും. കേട്ടിട്ടില്ലേ? ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. അത് സംഭവിക്കാൻ പോകുന്നു. Now you can eat that. What? Shit. ഹലോ സാർ, ഡൽഹിയിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ആ പറയൂ. നമ്മുടെ ഇമ്പോർട്ട് ലൈസൻസ് അത് ക്യാൻസലായി സാർ. നോൺസെൻസ്. എന്തായി പറയുന്നത്? സത്യമാണ് സാർ. നമ്മുടെ ഡൽഹി ഓഫീസിൽ നിന്ന് ആദ്യം മെസ്സേജ് വന്നത്. പിന്നെ ഞാൻ മിനിസ്റ്റർ ഓഫീസിൽ വിളിച്ച് അത് കൺഫേം ചെയ്തു. അവർ കാരണമല്ലെന്ന് പറഞ്ഞു. എന്താ ഉണ്ടായേ? ഹലോ. ആ വാർത്ത ശരിയാണ് മിസ്റ്റർ സതീഷ്. നിങ്ങളുടെ വലിയൊരു സ്വപ്നം തകർന്നു വീഴുന്നു. ഇത്ര വലിയൊരു കാര്യം ഇത്ര നിസ്സാരമായി ചെയ്യാൻ കഴിയുമെങ്കിൽ എന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതെന്റെ ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രമാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇനിയൊരു വൈറസ് കയറി പറ്റണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും.
ഹലോ മിസ്റ്റർ സതീഷ്. എനിക്കറിയാം നിങ്ങളിവിടെ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന്. ഞാൻ വന്നത് സോറി പറയാനാണ്. ഒരു ആവേശത്തിന് നിങ്ങളോട് ചെയ്ത തെറ്റിന് സോറി പറയാൻ. Shall I sit here? Thank you. Thank you. ഞാൻ കരുതിയതിനേക്കാൾ ഒരുപാട് ഹാൻസമാണ് നിങ്ങൾ. ലൈക്ക് എ ബോളിവുഡ് സ്റ്റാർ. Now I will come to the point. വളരെ മാന്യനായ ഒരു ബിസിനസ്സുകാരനാണ് മിസ്റ്റർ സതീഷ്. ഇന്ത്യൻ കമ്പ്യൂട്ടർ രംഗത്തെ ഒരു പുത്തൻ പ്രതീക്ഷ. അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് ചിത്രയെ പോലൊരു പെൺകുട്ടി കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തിനാണ് ഈ റിസ്ക് ഒക്കെ ഏറ്റെടുക്കുന്നത്? സോ അവളെ എനിക്ക് വിട്ടു തന്നൂടെ? അതിനു പകരം നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞാൻ തരും. എന്തും. നിങ്ങൾ എനിക്ക് എന്തൊക്കെ തരും? അനിത കുൽക്കർണിയുടെ പേരിൽ ഓൾഡ് ഡൽഹിയിലുള്ള നിങ്ങളുടെ 10 നില ഷോപ്പിംഗ് കോംപ്ലക്സോ, അതോ സൂസന്ന ജോണിന്റെ ചാന്ദിനി ചൗക്കിലുള്ള കലാക്ഷേത്രം എന്ന പരിപാവനമായ പേരിട്ട് വിളിക്കുന്ന നിങ്ങളുടെ ആ നക്ഷത്ര വേശ്യാലയം, അതോ ഒന്ന് തുമ്മിയാൽ തെറിക്കുന്ന ആർക്കും എപ്പോഴും കയറിയിരിക്കാവുന്ന നിങ്ങളുടെ മാനിപ്പുലേറ്റർ എന്ന പദവിയും? പറയൂ, പകരം നീ എന്തൊക്കെ തരും എനിക്ക്? സതീഷ്, നിങ്ങളുമായി ഒരു ആർഗ്യുമെന്റിന് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ആവശ്യം ചിത്രയാണ്. എന്തിന്? നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ ഈ രാജ്യം നന്നാവില്ല. നിങ്ങൾക്ക് ഇപ്പൊ പറ്റിയ നഷ്ടം വളരെ ചെറുതാണ്. നാളത്തെ പത്രങ്ങൾക്ക് ഒരു ബിസിനസ് രാജാവിന്റെ ദയനീയമായ തകർച്ചയുടെ നിറം പിടിപ്പിച്ച കഥകൾ ഉണ്ടാക്കാൻ ഇടം കൊടുക്കണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ലുക്ക്, ഇതുവരെ ഞാനൊരു തീരുമാനം എടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ പറയുന്നു, ചിത്ര ഞാൻ നിനക്ക് വിട്ടുതരില്ല. പകരം പൊളിറ്റിക്കൽ സ്കൂപ്പിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഇന്ത്യൻ പത്രങ്ങൾക്ക് പോൾ ബി ഐസക് എന്ന ക്രിമിനലിന്റെ കഥകൾ ഞാൻ ഇട്ടുകൊടുക്കും. ഓൾ റൈറ്റ്. നിങ്ങൾ ഇപ്പൊ കാണിക്കുന്ന ഈ ആവേശമുണ്ടല്ലോ, ഇത് അവസാന നിമിഷം വരെ വേണം. ഗോഡ് ബ്ലസ് യു. മിസ്റ്റർ പോൾ ബി ഐസക്, ജസ്റ്റ് എ മിനിറ്റ്. എന്റെ ഒരു ചെറിയ സംശയം കൊണ്ട് ചോദിക്കുകയാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. 30 വർഷം മുമ്പ് മട്ടാഞ്ചേരി ഹാർബറിൽ പാറിപ്പറന്ന ചെമ്പൻ മുടിയും വിശന്നൊട്ടിയ വയറുമായി നടന്ന നിനക്ക് പോൾ എന്ന പേരിട്ടത് ആരാണ്? ദൈവമോ, അതോ ആണ്ടിലൊരിക്കൽ മാത്രം നാട്ടിലെത്തുന്ന ഇറ്റാലിയൻ കപ്പലിലെ ക്യാപ്റ്റൻ ഐസക് എന്ന നിന്റെ പരദേശി തന്തയോ? ആരായാലും അവർക്ക് വിവരമുണ്ട്. കാരണം പോളിന്റെയും ഐസക്കിന്റെയും ഇടയിൽ ബാസ്റ്റഡ് എന്നൊരു ബി ചേർത്ത് നീ ഇത് പോൾ ബി ഐസക് ആക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. 10 ഗുണം 10 ഗുണം. ദാറ്റ്സ് റൈറ്റ്. മിറാക്കിൾസ്, ഒരുപാട് മിറാക്കിൾസിന്റെ പ്രോഡക്റ്റ് ആണ് ഞാൻ. അല്ലാതെ ത്രിവർണ്ണ പതാകയുടെ ബലത്തിൽ പ്രാസത്തിന് വിപ്ലവം മാറ്റി പൊടിയും പിടിച്ച് തടി കേടാക്കി രാജ്യരാമനം നാടുവിട്ട് ഒടുവിൽ അങ്ങ് ഡൽഹിയിൽ പൊട്ടിമുളിച്ച തകരയല്ല ഞാൻ. ഈ നിൽക്കുന്ന കൊന്നിട്ട് ഇതൊരു ആത്മഹത്യയാണെന്ന് തെളിയിക്കാൻ കഴിവുള്ള റിയൽ പൊളിറ്റിക്കൽ മാനിപ്പുലേറ്റർ. അറിയാം, കഥകൾ ഒരുപാട് എനിക്കറിയാം. 1000 പറ പണം കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലെ ഇടനിലങ്ങളിൽ വിത്തെറിഞ്ഞ് ഗോൾഡൻ ഹാർവെസ്റ്റ് നടത്തിയവന്റെ കൊയ്ത്തുകാല കഥകൾ, അറബിക്കഥയിലെ രാജകുമാരന്റെ നാണം കെട്ട ചരിത്രം, എന്റെ കമ്പ്യൂട്ടറിന്റെ ഡാറ്റാ ബാങ്കിൽ എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കഥകൾ, ആ കഥകൾ ഉപയോഗിച്ച് നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ഒന്ന് തൊടാൻ പോലും കഴിയില്ല നിനക്ക് എന്നെ. ബിക്കോസ് ഐ ആം പോൾ ബാസ്റ്റഡ് ഐസക്. നിനക്ക് ഓർത്തു വെക്കാൻ പകരം ഞാനൊരു പേര് പറഞ്ഞുതരാം. സതീഷ്. ഒറ്റപ്പാലത്ത് മുല്ലക്കൽ കൃഷ്ണമേനോൻ എന്ന ബ്രിഗേഡിയർ KM മേനോൻ ജനിച്ച പ്രയാറിയൻ സതീഷ്. ആവേശം വരുമ്പോൾ ഉരുവിടാൻ മനസ്സിൽ ഒരു 1000 തവണ കുറിച്ചു വെച്ചോളൂ. ഗോഡ് ബ്ലസ് യു. अच्छा अच्छा, इसके बारे में मैं फिर बात करूंगा. ओके. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ബോലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സാറിന്റെ മെസ്സേജ് കിട്ടുമ്പോൾ
ഞാൻ ചിക്മംഗ്ലൂരിലായിരുന്നു. ഐ എം സോറി, പുറപ്പെടാൻ ഒരല്പം ലേറ്റായി. സാറ് കാണണമെന്ന് പറഞ്ഞത്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്, തന്നെ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒന്ന്. സാറിത്? യെസ്, സതീഷ്, തന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്. സാറും സതീഷുമായി? ഞാൻ പറഞ്ഞല്ലോ വളരെ കോംപ്ലിക്കേറ്റഡ് മാറ്റർ ആണെന്ന്. കം, നമുക്ക് വിശദമായി സംസാരിക്കാം. ചിത്ര സതീഷിന്റെ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിലും ഈ കേസുമായി സാറിനുള്ള ബന്ധം എനിക്ക് അറിയില്ലായിരുന്നു. ഇനി ഇക്കാര്യത്തിൽ ഞാൻ സാറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? സതീഷിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തനിക്ക് കഴിയും. സാർ, അങ്ങനെ പെട്ടെന്നൊന്നും വഴങ്ങുന്ന ഒരു ക്യാരക്ടർ അല്ല സതീഷിന്റേത്. വലിയ വാശിക്കാരനാണ് അയാള്. യെസ്, ഐ നോ. വാശിയുടെ കാര്യത്തിൽ ഞാൻ ഒരു പടി കൂടി മുന്നിലാണ്. പക്ഷേ സതീഷിനെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇംപോസിബിൾ. ഇറ്റ് ഈസ് പോസിബിൾ. യാ, ഇറ്റ് ഈസ് പോസിബിൾ. തന്നെ കൊണ്ട് അതിന് കഴിയണം. പണ്ട് കഞ്ഞി പിഴിയാത്ത കതർമുണ്ടും ഷർട്ടും കട്ടത്തിൽ കുറെ ആത്മവിശ്വാസവുമായി ഇടുക്കിയിലെ വെള്ളത്തൂവലിൽ നിന്നും എന്നെ കാണാമെന്ന മോഹൻ ജോർജിനെ താൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ എനിക്ക് എത്തിക്കാമെന്നുണ്ടെങ്കിൽ തിരിച്ച പഴയ കഞ്ഞി പിഴിയാത്ത കതർമുണ്ടിലേക്ക് എത്തിക്കാനും നിഷ്പ്രയാസം. കഴിഞ്ഞ ഒന്നും ഞാൻ മറന്നിട്ടില്ല, ഒന്നും. ആ പഴയ വെള്ളത്തൂലുകാരനോട് സാറിന് എന്തും ഇനിയും ആവശ്യപ്പെടാം. മണി, ഇറ്റ്സ് ഫോർ യു. കൂടാതെ പാർട്ടിയിൽ കൂടുതൽ നല്ലൊരു പൊസിഷൻ, കൂടുതൽ നല്ലൊരു... താങ്ക് യു സാർ. പണവും പൊസിഷനും അല്ല എനിക്ക് വലുത്, സാറിന്റെ സ്നേഹം. അത് മാത്രം മതി എനിക്ക്. സാറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, സാർ ആവശ്യപ്പെടുന്ന എന്തും. That's good. Come on, relax. Thank you, sir.